ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. വലിയ കാര്യം പോലെ ജീവൻ പറഞ്ഞപ്പോൾ വൈദേഹി കാറ്റുപോലെ അവിടുന്ന് ജീവനോട് യാത്ര പോലും പറയാതെ എഴുന്നേറ്റ് പോയി. കാര്യം എന്താണെന്ന് പോലും മനസ്സിലാവാതെ ജീവൻ അന്തം വിട്ടിരുന്നു. ജീവൻ അവിടെ പുറകെ ഓടിയെങ്കിലും വൈദേഹി അതിനു മുമ്പ് തന്നെ അവരുടെ കാറെടുത്ത് പോയി കഴിഞ്ഞിരുന്നു. ആ ലക്ഷണം കെട്ടോട് വിളിച്ചപ്പോൾ വിചാരിച്ചാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു. കൈവിട്ടുപോയ വൈദേഹിയെ ഓർത്ത് നിരാശ തോന്നിയ ജീവൻ ആ പഴി കൂടെ ആവണിയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു. ബന്ധുവീടുകൾ വിരുന്നടക്കിയാണ് മേഘയും സിദ്ധാർത്ഥും. അമ്മ വീട്ടിലെ ബന്ധുക്കൾ കുറവായിരുന്നെങ്കിലും അച്ഛന്റെ ഭാഗത്തു നിന്ന് ഇഷ്ടം പോലെ ബന്ധുക്കൾ സിദ്ധാർത്ഥിനുണ്ട്. അതുകൂടാതെ മേഘയുടെ ബന്ധുക്കളും. എല്ലായിടത്തും നടന്ന സൽക്കാരം കഴിച്ച് രണ്ടാൾക്കും ഒരുവിധമായി. കുറച്ചു ദിവസം കഴിഞ്ഞ് സിദ്ധാർത്ഥിന് ചെന്നൈയിലേക്ക് തിരിച്ചു പോകണം. ലോങ് ലീവ് എടുത്തിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവരുടെ കമ്പനിയുടെ കോൺട്രാക്ട് അനുസരിച്ച് കുറച്ചു നാൾ ഇവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് പോരാം. റിസൈൻ ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ അതല്ല പ്രശ്നം. മേഘയുടെ വീട്ടിൽ നിന്നല്ലാതെ ഒരു രാത്രി പോലും തന്റെ വീട്ടിൽ മേഘയുമായി സമാധാനത്തോടെ ഒന്നിച്ചു കഴിയാൻ സാധിച്ചിട്ടില്ല. എന്നും വൈദേഹി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പകൽ മൊത്തം സൈലന്റ് ആയിരിക്കുന്ന അവൾക്ക് രാത്രിയാകുമ്പോൾ ഇളക്കം തുടങ്ങും. അമ്മമ്മയെ കാണണം, കരച്ചിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ഒരു കയറ്റം കയറും. പിന്നെ ആകെ ഒച്ചയും ബഹളവുമാണ്. ഇടയ്ക്ക് മേഘയെ പിടിച്ചുകൊണ്ടുപോയി ഓരോന്നൊക്കെ പറയുന്ന കേൾക്കാം. മേഘക്കാണെങ്കിൽ രാത്രിയാകുമ്പോൾ എവിടുന്നാണെന്ന് അറിയില്ല, ഒരു ഛർദി പൊട്ടിപ്പുറപ്പെടും. ഛർദി എന്ന് വെച്ചാൽ കൂടുതൽ വരെ പുറത്തു വരുന്ന തരത്തിലുള്ള ഛർദി. 1-2 ഡോക്ടർമാരെ കാണിച്ചിട്ടും വലിയ മാറ്റമൊന്നുമില്ല. സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ടും അവൾക്ക് ശാരീരികമായി പ്രത്യേകിച്ച് കുഴപ്പമില്ല. പതിവ് പോലെ തന്നെയാണ് ആഹാരം കഴിക്കുന്നത്. അങ്ങനെ പിടിക്കാത്തൊന്നും കഴിക്കുന്നുമില്ല. പതിവിന് വിപരീതമായി പാല് മാത്രമാണ് കുടിക്കുന്നത്. ആളുടെ വീട്ടിൽ വെച്ച പാല് കുടിച്ചപ്പോൾ കുഴപ്പമില്ല. പക്ഷെ അവളുടെ വീട്ടിൽ 1-2 തവണ രാത്രി നിൽക്കേണ്ടി വന്നപ്പോൾ ഒരു കുഴപ്പമില്ല. താനും സുഖമായി കിടന്നുറങ്ങി. എന്താണെന്നൊരു പിടുത്തവുമില്ല. അങ്ങനെ ആകെ മൊത്തത്തിലൊരു സമാധാനക്കേട്. അത് കാരണം തന്റെ അമ്മയ്ക്കും അച്ഛനും വല്ലാത്ത വിഷമമാണ്. അമ്മ ഓരോ പൊടിക്കൈകളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കുന്ന കാണാം. പക്ഷെ എന്തൊക്കെ ചെയ്താലും രാത്രി ആയാലും ഇതാണ് അവസ്ഥ. ഓരോന്നും ആലോചിച്ച് വണ്ടി ഓടിക്കാനും സിദ്ധാർത്ഥ്. സിദ്ധേട്ടാ, അവിടെ നിർത്താമോ? റോഡരികിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ വിൽക്കുന്ന കട എത്താനായപ്പോൾ അവൾ വണ്ടി നിർത്താനായി സിദ്ധാർത്ഥിനോട് പറഞ്ഞു. പക്ഷെ ഓരോ ചിന്തയിലായിരുന്നവൻ അത് കേട്ടതുമില്ല. സിദ്ധേട്ടാ, മേഘ അവന്റെ തോളിൽ പതി തട്ടിയപ്പോഴാണ് അവൾ വിളിച്ചത്. അവൻ കേട്ടത് തന്നെ. എന്താ മേഘ, എന്തു പറ്റി? ഞെട്ടലോടെ ചോദിച്ചപ്പോൾ മേഘക്ക് ചിരിയാണ് വന്നത്. ഒന്നുമില്ല, ആ കടയുടെ ഫ്രണ്ട് നിർത്താൻ വേണ്ടി പറഞ്ഞ 2 കുഞ്ഞ് ചെടിച്ചട്ടികൾ വാങ്ങണമായിരുന്നു. നമ്മൾ നേരത്തെ ഇതിൽ പോകുമ്പോൾ ഞാൻ അവിടെ നല്ല ഭംഗിയുള്ള കുഞ്ഞ് ചട്ടികളിരിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ആണോ? വാ, എന്നാ വാങ്ങിക്കളെ. സിദ്ധാർത്ഥയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. പാവം വല്ലാതെ വിളറിപ്പോയിട്ടുണ്ട്. എന്തേ സിദ്ധേട്ടാ? ഒന്നുമില്ലടാ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്, നമുക്ക് ശരിയാക്കാം. വാ, ഇപ്പൊ അങ്ങോട്ടേക്ക് കയറാം. സിദ്ധാർത്ഥ് അവളെയും കൂട്ടി ആ കടയിലേക്ക് കയറി. മേഘ പറഞ്ഞ പോലെ കുഞ്ഞു ചട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ബാൽക്കണിയിൽ പൂച്ചെടികൾ വെക്കാനാണ് അത് വാങ്ങുന്നതെന്ന് മേഘ അവനോട് പറഞ്ഞു. മേഘക്ക് പൂച്ചെടി നട്ടുവളർത്തുന്നതിലൊക്കെ കമ്പമുണ്ടെന്ന് അവളുടെ വീട്ടിൽ പോയപ്പോൾ തന്നെ മനസ്സിലായതാണ്. സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തുമ്പോൾ നേരം സന്ധ്യയായിരുന്നു. മേഘ വേഗം തന്നെ കുളിച്ച് വിളക്ക് വെച്ചു. കുളിയും കഴിഞ്ഞ് സിദ്ധാർത്ഥ് ഇറങ്ങി വരുമ്പോൾ കണ്ടത് നിലവിളക്കിന്റെ മുമ്പിലിരുന്ന് രാമനാമം ജപിക്കുന്ന മേഘയെയും അവളുടെ തൊട്ടു പിന്നിലായി എന്തോ ആലോചിച്ചിരിക്കുന്ന തന്റെ അമ്മയുമാണ്. സിദ്ധാർത്ഥ് പതുക്കെ രേണുകയുടെ അരികിലേക്ക് ഇരുന്നു. താൻ വന്ന പോലും അമ്മ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. അമ്മേ 2 പ്രാവശ്യം വിളിച്ചിട്ടും അനക്കമില്ലാതായപ്പോൾ അവൻ പിടിച്ച് കുലുക്കി. എന്താണ് അടുത്ത് വന്നിരുന്ന ആളെ പേടിപ്പിക്കുന്നോ? അത് കൊള്ളാം, ഇത് ഏത് ലോകത്തായിരുന്നു? ഞാൻ എത്ര നേരം വിളിക്കുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ എഴുന്നേറ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്ന മേഘ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കി പതുക്കെ പറഞ്ഞുകൊണ്ട് രേണുക സിദ്ധാർത്ഥിനെയും കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. എന്താ എന്താ? രഹസ്യഭാഗത്തോടെ രേണുക തന്നെ പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ അവന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എടാ, നിന്നോട് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വൈദേഹി ജാതകത്തിന്റെ കാര്യം പറഞ്ഞു ഒഴിഞ്ഞു പോയപ്പോ നിന്റെ ജാതകം അമ്പലത്തിന്റെ അവിടെയുള്ള ജ്യോതിഷിയെ കൊണ്ട് നോക്കിപ്പിച്ചിരുന്നു എന്ന്? ആ, പറഞ്ഞിരുന്നു. അതിനിപ്പോ എന്താ? മുമ്പ് അങ്ങനെ പരമേശ്വരൻ പറഞ്ഞ അവന് ഓർമ്മയുണ്ടായിരുന്നു. മേഘമോൾക്ക് ഇങ്ങനെ സ്ഥിരം സുഖമില്ലാതാവുന്ന കാരണം ഞാനും നിന്റെ അച്ഛനും കൂടെ ഇന്ന് ആ ജ്യോതിഷിയുടെ അടുത്ത് പോയിരുന്നു. ആ, നന്നായി. നിങ്ങൾക്ക് ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്ന അമ്മേ? രോഗം വന്ന ഡോക്ടറെ അടുത്താ പോയത്, അല്ലാതെ ജ്യോതിഷിയുടെ അടുത്തല്ല. സിദ്ധാർത്ഥിനെ കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം തോന്നി. ഒന്ന് പതുക്കെ പറയണ, ആ കുട്ടി കേൾക്കണ്ട. ഡോക്ടറെ അടുത്ത് എത്ര തവണ പോയി, എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? നിനക്ക് വിശ്വാസമല്ലേ വേണ്ട. ഞങ്ങൾ പോയി, അതേ ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? മോനോട് മുമ്പ് തന്നെ അച്ഛൻ പറഞ്ഞിരുന്നില്ലേ നിന്റെ മേലെന്തോ ശാപം കിടപ്പുണ്ടെന്ന്, അത് മേഘയിലൂടെ മാറുള്ളൂ എന്ന്. ആ, അങ്ങനെ എന്തോന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതിനിപ്പോ എന്താ? ഇതെല്ലാം അനുഭവിക്കാൻ പോകുന്ന ആ കുട്ടിയാ. അതായി ഇപ്പൊ അവൾക്ക് മാറാത്ത ഛർദി. അതൊക്കെ ഇതിന്റെ അടയാളാണത്രേ. അതുകൊണ്ട് അദ്ദേഹം പറയാ, കുറച്ച് നാളത്തേക്ക് നിന്നോട് എത്രയും പെട്ടെന്ന് മേഘയും കൊണ്ട് ഇവിടെ നിന്ന് മാറാൻ, അല്ലെങ്കിൽ അവളുടെ ജീവന് ഒരു ആപത്തുണ്ടാവുമെന്ന്. ഒരു സമയം കഴിയുമ്പോൾ എല്ലാം കലങ്ങിത്തെളിയും, പല കാര്യങ്ങളും അപ്പോൾ വെളിവാവും. അപ്പൊ അവളുടെ ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന്. രേണുക പറയുന്നൊന്നും ഉൾക്കൊള്ളാനാവാതെ സിദ്ധാർത്ഥ അമ്മയെ തന്നെ നോക്കി നിന്നു. ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ സിദ്ധു? അത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ സിദ്ധാർത്ഥ ആലോചിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ രേണുക ചോദിച്ചു. കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്നാ മറുപടി ഒന്നും പറയാത്ത? ഞാനിപ്പോ പെട്ടെന്ന് എന്ത് പറയാനാ, എനിക്കൊന്ന് ആലോചിക്കണം. സിദ്ധാർത്ഥ അങ്ങനെ പറഞ്ഞപ്പോൾ രേണുകൾക്ക് ആശ്വാസം തോന്നി. ജോത്സ്യന്റെ അടുത്ത് പോയി വന്നപ്പോൾ പ്രധാന ടെൻഷൻ സിദ്ധാർത്ഥിനോട് എങ്ങനെ ഈ കാര്യം പറയുമെന്നായിരുന്നു.
അവന്റെ ഭാര്യയുമായി മാറി താമസിക്കാനൊക്കെ പറയുമ്പോൾ അവൻ എന്തെങ്കിലും കരുതുമോ എന്നൊക്കെ അവർക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അവൻ തന്റെ മോന. കാര്യം പറഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലായി. കുറച്ചു നാളത്തേക്കാണെങ്കിലും മേഘയും സിദ്ധാർത്ഥിനെയും പിരിയാൻ നല്ല വിഷമമുണ്ട്. പക്ഷെ അവസ്ഥ ഇതായിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും ഇത്തിരി വിശ്വാസം കൂടുതലുണ്ട്. പണിക്കര് പറഞ്ഞനുസരിച്ച് ആ വാക്കുകളെ എതിർത്ത് ഇനി അവരെവിടെ നിർത്താൻ വയ്യ. കുറച്ച് നാൾ കഴിയുമ്പോഴെല്ലാം ശരിയാവുമെന്നാണല്ലോ പറഞ്ഞ്. ശരിയാവട്ടെ, എല്ലാം ശരിയാവട്ടെ. സ്വന്തം മക്കളുടെ ജീവൻ വെച്ച് എന്തായാലും റിസ്ക് എടുക്കാൻ വയ്യ. രേണുക ആശ്വാസത്തോടെ മേഘയുടെ അടുത്ത് ആദ്യം പോയിരുന്ന പോലെ തന്നെ ഇരുന്നു. അവൾക്കൊപ്പം രാമനാമം ജപിച്ച് റൂമിലെ ജനലഴികളിൽ മുഖം ചേർത്ത് സിദ്ധാർത്ഥി ഈ സമയം വേറെ ചിന്തയിലായിരുന്നു. അമ്മ പറഞ്ഞുകൊണ്ടല്ല, അതിനുമുമ്പ് തന്നെ മനസ്സിൽ വന്ന കാര്യമാണ് മേഘയുമായി ഇവിടെ നിന്ന് മാറണമെന്ന്. ഇവിടെ എന്തോ ആകെ ഒരു നെഗറ്റീവ് എനർജി. വർഷങ്ങളായി ഇവിടെ ജീവിച്ചിട്ടും തോന്നാത്ത എന്തോ മാനസിക ബുദ്ധിമുട്ട്, എന്തോ മോശമായി സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സ് പറയുന്ന പോലെ. ചെന്നൈയിലേക്ക് പോകുമ്പോൾ മേഘയും കൂടെ കൂട്ടാൻ എന്നാണ് അവന്റെ പ്ലാന്. അവിടെ ആകുമ്പോൾ ഇവിടുത്തെ പോലെ ഒന്നുമല്ല, വേറൊരു ലൈഫാണ്. ചന്ദനത്തിന്റെയും ചെമ്പകത്തിന്റെയും ഗന്ധവും ഒപ്പം തന്നെ പുറകിലൂടെ പുണർന്ന കൈകളുമായി മേഘ വന്നു നിന്നപ്പോൾ സിദ്ധാർത്ഥ ആ നിൽപ്പിൽ തന്നെ പുറകോട്ട് തിരിഞ്ഞ് അവളെ ചുറ്റിപ്പിടിച്ചു. എത്ര നേരമായി പോയിട്ട്, ഇപ്പോഴാണോ പ്രാർത്ഥിച്ചു കഴിഞ്ഞ്? സിദ്ധാർത്ഥ് കള്ളപരിഭവത്തോടെ മേഘയോട് ചോദിച്ചപ്പോൾ ഏന്തി പറഞ്ഞ അവന്റെ കഴുത്തിൽ ചിരിയോടെ അവൾ ചുണ്ടുകൾ ചേർത്തു. എന്നെയും കാത്തു നിൽക്കുമായിരുന്നോ? പിന്നിലാണ്ട് ഞാൻ ആരെ കാത്തു നിൽക്കാനാ? ഞാൻ വരുമ്പോ എന്തോ കാര്യമായിട്ട് ആലോചിച്ച് നിൽക്കായിരുന്നല്ലോ. ആ, അത് ചോദിച്ചാൽ നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വാ. സിദ്ധാർത്ഥ് മേഘയും ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് വന്നിരുന്നു. രേണുക പറഞ്ഞ് മുഴുവനായിട്ടില്ലെങ്കിലും ഭാഗികമായി അവൻ സൂചിപ്പിച്ചു. അത് മാത്രമല്ല മേഘയെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നു. എന്തായാലും എനിക്ക് ചെന്നൈക്ക് പോകാൻ പറ്റില്ല. എനിക്കിനി നിന്നെ കാണാതിരിക്കാനും പറ്റില്ല. അതെന്താ അങ്ങനെ? ഒളിപ്പിച്ചു വെച്ച നാണത്തോടെ മേഘ തിരക്കി. ആ, അതങ്ങനെയാ. സിദ്ധാർത്ഥ അവളുടെ മൂക്കിൻ മുമ്പിൽ പതിയെ ഒന്ന് കടിച്ചു. മേഘയുടെ മുഖം നാണത്താൽ ചുവന്നെടുത്തു. സിദ്ധാർത്ഥ അവളെ തന്നെ നോക്കിയിരുന്നു. വർഷങ്ങളോളം വൈദേഹിയെ പ്രണയിച്ചിട്ടും അവളുടെ മുഖത്ത് ഇങ്ങനെയൊരു ഭാവമൊന്നും കാണാനേ കഴിഞ്ഞിട്ടില്ല. അവൾക്ക് എപ്പോഴും ഒരു കൗശലം നിറഞ്ഞ കുറുക്കന്റെ മുഖമാണ്. താനിപ്പോ തന്നെ അവളെ പറ്റി ചിന്തിക്കുന്നു. വേഗം തന്നെ വൈദേഹിയെ മനസ്സിൽ നിന്ന് ഓടിച്ചു വിട്ടു. പരസ്പരം ലാളിച്ചും ഓമനിച്ചും സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. മേഘമോളെ, സിദ്ധു, ഊണ് കഴിക്കാൻ വാ. ആലസ്യത്തോടെ കിടന്നിരുന്ന രണ്ടാളും രേണുകയുടെ ശബ്ദം കേട്ടാണ് ഉണർന്ന്. ദേ വരുവാമ്മ, മേഘ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എഴുന്നേൽക്കാൻ മടി തോന്നി. സിദ്ധാർത്ഥ് വീണ്ടും അവൾ തന്നെ കുറുകെ ചുറ്റിപ്പിടിച്ച് കിടന്നു. സിദ്ധുവേട്ടാ, അമ്മ വിളിക്കുന്നുണ്ട്, ഊണ് എടുത്തരാം, എന്നിട്ട് കിടന്നോ. കുറച്ച് ശ്രമപ്പെട്ടാണ് മേഘവനെ ആ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്. രണ്ടാളും ചെല്ലുമ്പോൾ ഊണുമുറിയിൽ വൈദ്യയെ ഇരിക്കുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് സിദ്ധാർത്ഥിന്റെ മുഖം മാറി. എത്ര നേരെ അമ്മായി നിന്നെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പോഴാണ് ഇറങ്ങി വരുന്നേ? ശബ്ദമുയർത്തി വൈദ്യയെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാൻ മേഘ നിന്നുപോയി. നിനക്കെന്താടി ഇവിടെ കാര്യം? പോയി നിന്റെ അച്ഛന്റെ കാര്യം അന്വേഷിക്കടി. സിദ്ധു, നിനക്കും ഭ്രാന്തായോ? അവൾ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് മറുപടി അറിയാൻ നിൽക്കാവൻ. മോളെ, നീ ഇരിക്കും, അമ്മ ഊണ് വിളമ്പിത്തരാം. രേണുക മേഘയെ പിടിച്ച് കസേരയിലെത്തി അവളുടെ അരികിലായി സിദ്ധാർത്ഥം ഇരുന്നു. രണ്ടാളും അടുത്തിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ദേഷ്യം കയറി വൈദ്യയെ അവിടുന്ന് എഴുന്നേറ്റു. അമ്മേ, എനിക്ക് ഊണ് വിളമ്പണ്ട, അമ്മ കഴിക്കും. മേഘ രേണുകയെ തന്റെ അടുത്ത് പിടിച്ചിരുത്തി. അതെന്താ വേണ്ടാത്ത? രേണുകയും സിദ്ധാർത്ഥം ഒരുമിച്ചാണ് ചോദിച്ചത്. എനിക്കൊന്നും വേണ്ട, നിങ്ങൾക്കറിയാലോ രാത്രി ആകുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നു. ഒന്നും കഴിക്കാതിരുന്ന അത്രയും സമാധാനമാകും. എന്ന് വെച്ച് അത്താഴപ്പെട്ടി കിടക്കാനോ? വേണ്ട, ഞാൻ സമ്മതിക്കില്ല. ഭക്ഷണം കഴിക്കാതിരിക്കാൻ രേണുക മേഘ സമ്മതിച്ചില്ല. അമ്മേ, ഇന്നൊരു ദിവസം ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഒന്നും കഴിക്കാതിരുന്നാൽ ഛർദ്ദിക്കാതിരുന്നാലോ? മേഘ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് രണ്ടുപേർക്കും തോന്നി. എന്നാലും കുറച്ചെന്തെങ്കിലും കഴിക്കാൻ സിദ്ധാർത്ഥ് രേണുകയോട് നിർബന്ധിച്ചു. നിങ്ങളെന്തിനാ ഇങ്ങനെ കിടന്ന് നിർബന്ധിക്കുന്നത്? എന്തെങ്കിലും കഴിച്ചാൽ പോലെ. ഉഷയോട് പറ ആരെടുത്തോണ്ട് വരാം, അതാവുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. അവളുടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന വൈദേഹി പറഞ്ഞപ്പോൾ ആരൊന്നും മിണ്ടിയില്ല. അപ്പോൾ തന്നെ വൈദേഹി ഉഷയെ കൊണ്ട് പാലെടുപ്പിച്ചു. നന്നായി വിശപ്പുണ്ടായിരുന്ന മേഘ അത് വാങ്ങി മുഴുവൻ കുടിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥിന്റെ കഴിക്കൽ കഴിഞ്ഞ് അരമണിക്കൂറോളം കഴിഞ്ഞാണ് പിന്നെ രണ്ടുപേരും മുകളിലേക്ക് പോയത്. 10 മിനിറ്റ് കഴിഞ്ഞില്ല, അതിനു മുന്നേ തന്നെ മുകളിൽ നിന്ന് വലിയ ശബ്ദത്തിൽ മേഘ ഛർദ്ദിക്കുന്നതിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. വൈദേഹിക്ക് അത് കേട്ട് ചിരി പൊട്ടി. മാലി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവള് കുടല് പുറത്തിയാടി മരിക്കോ? എന്നാലും കുഴപ്പമില്ല. ഈശ്വര, എന്റെ മോള് പണിക്കര് പറഞ്ഞ പോലെ ചെയ്താലെങ്കിലും ശരിയായ മതിയായിരുന്നു. നെഞ്ചിൽ കൈവച്ച് രേണുക പറഞ്ഞപ്പോൾ വൈദേഹി അവരെ നോക്കി. പണിക്കരോ? അയാളെന്താ പറഞ്ഞ്? വൈദേഹി കണ്ണുകൾ കൂർപ്പിച്ച് രേണുകയോട് ചോദിച്ചു. അതോ, അത് പിന്നെ ഒരു ചരട് ജപിച്ച് കെട്ടാൻ പണിക്കര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞ പുറത്തുള്ള ആരോട് ഈ കാര്യം പറയുന്നത് പണിക്കര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈദേഹി പുറത്തുള്ള ആളൊന്നുമല്ല, എന്നാൽ അവളോട് പറഞ്ഞില്ല. എന്തോ പറയണ്ട എന്നൊരു തോന്നലോടെ മനസ്സിൽ പെട്ടെന്ന് തോന്നി. ചരട് ജപിച്ച് കെട്ടാനോ? എന്നിട്ടെന്താ നിങ്ങൾ കെട്ടാത്തത്? അത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ വൈദേഹി എടുത്തു ചോദിച്ചു. ആ, കെട്ടിയില്ല, അത്ര തന്നെ. നീ ഇന്ന് ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്? രേണുക നീരസത്തോടെ ചോദിച്ചു. അല്ല. എന്നാ പോവാൻ നോക്ക്, നേരെ ഒരുപാടായി, എനിക്കൊന്ന് കിടക്കണം. അത് കൊള്ളാം, ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കെന്താ? നിങ്ങൾ പോയി കിടന്നോ. വൈദേഹിക്ക് അവിടെ കുറച്ചേരം കൂടി ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചരട് കെട്ടാനെന്നുള്ള പണിക്കര് പറഞ്ഞെന്ന് അവൾക്കറിയാം. വെറും ഒരു ചരടിന്റെ കാര്യമാണെങ്കിൽ എപ്പോഴേ അവരത് ചെയ്തേനെ. ഞാനൊന്ന് മുകളിലേക്ക് ചെല്ലട്ടെ. സിദ്ധു, ആ മേഘ എന്തെടുക്കുകയാണെന്തോ? അവൾ കിടന്നിട്ടുണ്ടാവും വൈദേഹി. ആ പെണ്ണിന് തീരെ വയ്യെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അമ്മ ഉറങ്ങി, നീ പിന്നെ ഇവിടെ എന്ത് കാണിക്കാൻ നിൽക്കുക? നിനക്ക് ഉറക്കൊന്നുമില്ലേ? രേണുക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നും രാത്രിയുള്ളതാണ് ഈ പതിവ്. വന്നാൽ പോവുകയുമില്ല, ഓരോന്നും പറഞ്ഞിവിടെ നിൽക്കും. ആ പിള്ളേർക്കും സ്വസ്ഥ കൊടുക്കില്ല.
കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ നേരെ അമ്മയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടെ അമ്മ മരിച്ച കാര്യം പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങും. അതൊക്കെ ഓർത്ത് മിണ്ടാ നിൽക്കുന്നതാണ്. വൈദേഹിക്കാണെങ്കിൽ രേണുക ഈ പറഞ്ഞതിനൊക്കെ തിരിച്ചു പറയാൻ നാവ് തരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ വെറുപ്പിച്ചാൽ ശരിയാവില്ല. പണിക്കര് പറഞ്ഞ് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ മുന്നിൽ നിൽക്കുന്ന മൂശേട്ട സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ വീഴണം. നടക്ക്. രേണുകയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് വൈദേഹി തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാത്രി ഏറെ നേരമായി ജീവൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ മനഃപൂർവ്വം വൈകിച്ചെന്ന് തന്നെയാണ് അവൻ. ഇന്ന് അവന് വല്ലാത്തൊരു ദിവസമായിരുന്നു. വൈദേഹി പിണങ്ങിപ്പോയി. കാരണം എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ ഒന്ന് ആവണിയുടെ ഗർഭവിവരം. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചോ എന്തോ ശ്രദ്ധിച്ചതായിരുന്നു. പക്ഷെ അറിയാതെ എപ്പോഴോ 1-2 ദിവസങ്ങളിൽ അറിയാതെ പറ്റിപ്പോയി. ആളെ തന്നെ സഹിക്കാൻ വയ്യ. അതിനിടയിൽ അതിനൊരു കുഞ്ഞും കൂടെ. മടുപ്പോടെയാണ് ആ വീടിനകത്തേക്ക് കയറിയത്. സുമതി ഇരുന്ന് ഏതോ TV സീരിയൽ കാണുന്നുണ്ട്. അരികിൽ തന്നെ രാഘവനിരിപ്പുണ്ട്. അച്ഛനെ കണ്ടാൽ തന്നെ അറിയാം 2 അടിച്ചിട്ടുണ്ടെന്ന്. കാണുക മാത്രമല്ല സീരിയലിലെ മരുമകളോട് പോരെടുക്കുന്ന അമ്മായിയമ്മയെയും അവൾ ദ്രോഹിക്കുന്ന ഭർത്താവിനെയൊക്കെ നിരത്തി സുമതി തെറി വിളിക്കുന്നുണ്ട്. ഓ വന്നോ? ജീവനെ കണ്ടപ്പോൾ സുമതി ഒന്ന് പുച്ഛിച്ചിരിച്ചു. എന്തൊക്കെയായിരുന്നു അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. കാണുമ്പോ ചീത്തവിളിയും തല്ലും. എന്നിട്ട് അവൻ ഇപ്പൊ എന്ത് കാര്യത്തിനായിരുന്നടാ ഈ പണിക്ക് നിന്ന്? വിചാരിച്ചൊക്കെ അവിടെ കുടുംബത്തിൽ നിന്ന് വാങ്ങിയെടുക്കാതെ ഇനിയിപ്പൊ എന്തോ ചെയ്യുന്ന? ഇപ്പൊ അവൾക്കൊരു പിടിവള്ളിയായില്ലേ? ഇനി 5 പൈസ അവിടെ കുടുംബത്തിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? മാനം കെട്ടവൻ. ജീവനാകെ നാണക്കേട് തോന്നി. എടാ നിന്റെ അമ്മ അങ്ങനെ പലതും പറയും. കുഞ്ഞുങ്ങളെന്ന് പറയും ദൈവത്തിന്റെ വരദാനാ. ഇനിയെങ്കിലും ആ കൊച്ചിനെ നീ കാര്യമായിട്ട് കൊണ്ടുനടക്ക്. ഇനി അതിന്റെ മേലൊന്നും വെറുതെ കൈവെക്കാൻ നിൽക്കല്ലേ. നാവ് ചെറുതായി കുഴയുന്നുണ്ടെങ്കിലും പറയാനുള്ള രാഘവൻ ജീവന്റെ മുഖത്തോക്കി പറഞ്ഞു. പക്ഷെ അവന്റെ ഉള്ളിൽ സുമതി പറഞ്ഞ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ പറഞ്ഞ ശരിയല്ലേ? ഇപ്പൊ അവൾക്കൊരു ഉറപ്പ് കൂടെയായി. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ശല്യപ്പെടുത്തി കുറച്ചുകൂടെ പണം അവളുടെ വീട്ടിൽ നിന്ന് വാങ്ങിയെടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ ആവശ്യം എന്താണ്? അച്ഛൻ അങ്ങനെ പലതും പറയും. താൻ വേണതൊക്കെ കിടന്ന് അനുഭവിക്കാൻ. ആകെ നിരാശനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആവണി കിടക്കുകയാണ്. അവനെ കണ്ടപ്പോൾ അവൾ വേഗം കണ്ണടക്കുന്നവൻ കണ്ടു. അവനും മൈൻഡ് ചെയ്യാൻ പോയില്ല. നാശം പിടിക്കാനായിട്ട് അറിയാതെ കണ്ണുകൾ അവളുടെ വയറിലേക്ക് എത്തിച്ചേർന്നു. പണ്ടാരം ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ട്. ജീവൻ പിറുവിറുത്തു. ഫോൺ എടുത്ത് നേരെ ബെഡിലേക്ക് വീണു. നെറ്റ് ഓൺ ചെയ്തപ്പോൾ തന്നെ വൈദേഹിയുടെ മെസ്സേജ് എടുക്കുന്നുണ്ട്. ഉള്ളിലൊരു തണുപ്പ് വീണത് അപ്പോഴാണ്. ആകാംക്ഷയോടെ ചാറ്റ് ഓപ്പൺ ചെയ്ത് നോക്കി. സോറി ജീവ, ഞാൻ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. പക്ഷേ എനിക്ക് എന്തോ പോലെ തോന്നി. സോറി. കൂടെ കണ്ണീർ പൊഴിക്കുന്നൊരു ഇമോജി. എന്താണ് സംഭവം ജീവന് മനസ്സിലായില്ല. ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്ത് വൈദേഹി കോൾ ചെയ്തു. സമയം ഒരുപാടായിട്ടുണ്ട്. കോൾ എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്തോ അവനാളെ വിളിക്കാൻ തോന്നി. എന്താണ് കൂട്ടാ, എന്നോട് പിണക്കാണോ? ഫോൺ എടുത്തുകൊണ്ട് ജീവൻ വൈദേഹിയോട് ചോദിച്ചു. പിണക്കൊന്നുമില്ല ജീവ. അത് പിന്നെ ആവണി ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ സോറി. അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. പക്ഷെ ജീവൻ അറിയാലോ, എനിക്ക് മനസ്സിലൊന്ന് തോന്നി പുറത്തേക്ക് വരുന്ന കാണിക്കുന്ന സ്വഭാവമില്ല. വൈദേഹിയുടെ സംസാരം വഴി തിരിഞ്ഞു പോകുന്നത് ജീവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ സന്തോഷത്തോടെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. എപ്പോഴോ ജീവൻ എൻ്റെ സ്വന്തമാണെന്ന് ഞാൻ കരുതിപ്പോയി. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖമില്ലെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ വെറുതെ എന്തൊക്കെയോ മോഹിച്ചു പോയി. തെറ്റാ, എൻ്റെ മാത്രം തെറ്റാ. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഒരു കുഞ്ഞോട് വരാൻ പോകുന്നു. ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ പെരുമാറിയതിന് ജീവൻ എന്നോട് പൊറുക്കണം. ശരിയെന്നാ. അതും പറഞ്ഞ് ജീവൻ തിരികെയൊന്നും പറയാൻ പോലും അവസരം കൊടുക്കാതെ വൈദേഹി ഫോൺ കട്ട് ചെയ്തു. സന്തോഷം കൊണ്ട് മതി പറഞ്ഞ ജീവൻ അവളൊന്ന് തിരിച്ചു വിളിച്ചു നോക്കിയപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞിരുന്നു. എന്നാണ് താനിപ്പോൾ കേട്ടത്. വൈദേഹി തന്നെ സ്വന്തം പോലെ കരുതിയെന്നോ? അതിനർത്ഥം ജീവന്റെ മനസ്സ് ആർത്തുല്ലസിച്ചു. അപ്പോഴാണ് ആവണിയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് വന്ന് ആ നാശം പിടിച്ചവളെ കെട്ടിയെടുക്കാതിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീർന്നേനെ. അവൻ നിരാശയോടെ പിറുവിരുത്തു. നാളെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞ് വൈദേഹിക്ക് മെസ്സേജ് അയച്ച് അവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അവൾ നാളെ ഫോൺ ഓൺ ആക്കുമ്പോൾ കണ്ടോളൂ. എങ്ങനെയും പറഞ്ഞ് അവളെ സെറ്റാക്കി എടുക്കണം. ജീവൻ ഓരോന്ന് പ്ലാൻ ചെയ്യുമ്പോൾ വൈദേഹിയും ജീവനെ വെച്ചുള്ള പല പ്ലാനിങ്ങുകളായിരുന്നു. രാവിലെ വൈദേഹി ഫോൺ ഓൺ ചെയ്തപ്പോൾ തന്നെ അവൾ മനസ്സിൽ വിചാരിച്ച പോലെ ജീവന്റെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അവൾ വേഗം തന്നെ ജീവനെ വിളിച്ചു. എന്താ ജീവ കാണണമെന്ന് പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെ വൈദേഹി ചോദിച്ചു. അതൊക്കെ നേരി കണ്ടിട്ട് പറയാം. ജീവനൊരു കള്ളച്ചിരി ഇരിച്ചു. അത് കേട്ടപ്പോൾ വൈദേഹിയുടെ പാദസര മുത്തുകൾ കിലുങ്ങുന്ന പോലുള്ള ചിരി കേട്ടപ്പോൾ ജീവനാകെ കോരിത്തരിച്ചു പോയി. കാലത്ത് തന്നെ മനുഷ്യനെ ചിരിപ്പിച്ച് കൊതിപ്പിക്കുവാണോ വേണ്ടേ? ഒന്ന് ചിരിച്ചപ്പോഴേയും കൊതിച്ചു കളഞ്ഞോ? പിന്നെ കൊതിക്കാതെ നമ്മൾ എവിടെ വെച്ചാൽ കാണുക വൈദേഹി? ജീവൻ ചോദിച്ചപ്പോൾ വൈദേഹി ഒരു നിമിഷം ആലോചിച്ച് നിന്നു. അവൾ പറയുന്നതിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ആവണിയുടെ ശബ്ദം ജീവൻ കേട്ടത്. ജീവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജീവൻ വേഗം കോൾ കട്ട് ചെയ്തു. അവനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ആ പെണ്ണുമായിട്ടുള്ള പിണക്കം തീർക്കാമെന്ന് വെക്കുമ്പോൾ അപ്പോഴേക്കും അടി കയറി വരും. ശവം. എന്താടി പുല്ലേ, എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞു തൊളിച്ചിട്ട് പോ. ജീവന്റെ അലർച്ച കേട്ട് ആവണിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവളുടെ മനസ്സിൽ അവളുടെ അമ്മ തലേ ദിവസം പറഞ്ഞ വാക്കുകളായിരുന്നു നിറയെ. ഗർഭിണിയാണെന്നും ജീവേട്ടനെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ പറയാനാണ് അമ്മയെ വിളിച്ച്. കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് സ്വസ്ഥതയ്ക്ക് വേണ്ടി വീട്ടിൽ വന്ന് ഇന്നോട്ടെ എന്ന് ചോദിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അമ്മ വാദവരാതെയുള്ള ഉപദേശമായിരുന്നു.
ജീവൻ എന്തൊക്കെ ചെയ്താലും മിണ്ടാതെ അടങ്ങി നിന്നോണം. വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്. ഇനി നിനക്ക് ജീവൻ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി തല പെരുത്തുടങ്ങിയപ്പോൾ വേഗം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അമ്മയൊരു പെണ്ണല്ലേ? സ്വന്തം മകൾക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അമ്മ ഇങ്ങനെ നിസ്സാരമായി പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു. ഗർഭിണിയായ മകളുടെ വിശേഷം അറിയാനല്ല, ജീവൻ എന്തൊക്കെ ചെയ്താലും അവന്റെ കൂടെ സഹിച്ച് കടിച്ചു പിടിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കാൻ. തന്നെ ഇനി ഇവനെ വിട്ടു കൊന്നാലും അവരാരും തിരിഞ്ഞു നോക്കില്ലെന്ന് അവൾക്ക് അതോടെ മനസ്സിലായി. അറിഞ്ഞിട്ടൊരു ദിവസമേ ആയുള്ളൂ എങ്കിലും വയറ്റിലുള്ള കുഞ്ഞു ജീവനോട് അടങ്ങാത്ത സ്നേഹവും അതിനെ ചൊല്ലി മാത്രം ജീവിക്കാൻ ആഗ്രഹമുള്ളതിനാൽ അവസാന ശ്രമം എന്ന മട്ടിൽ ജീവനോട് സംസാരിക്കാമെന്നതായിരുന്നു അവൾ. പക്ഷേ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കുള്ള അവന്റെ ചീറൽ കേട്ട് അവൾ വല്ലാതെ ഭയന്നു പോയിരുന്നു. എന്താണ് ഈ പുള്ളി വിളിച്ചിട്ട് മിണ്ടാൽക്കുന്നത്? ആ ജീവേട്ട, അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? എന്ത്? അവൾക്ക് ജീവനോട് പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അത് പിന്നെ നമുക്കൊരു കുഞ്ഞ് വെറുക്കാൻ പോകുന്ന കാര്യം. ആ പറഞ്ഞു. അതിനിപ്പോ എന്താ? ജീവൻ വെറുപ്പോടെ അവളെ നോക്കി. അത് മനസ്സിലായിട്ടും അവൾ നിസ്സംഗതയോടെ അവന്റെ മുമ്പിൽ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.